നമസ്കാരം. കാത്തലിക് വോക്സ് ന്യൂസിന്റെ വീക്കിലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ടിനാദാസ്. പ്രധാന വാർത്തകൾ. ഉപാധികളോടെ ആരാധനാലയങ്ങൾ തിരുക്കർമ്മങ്ങൾക്ക് തുറക്കുന്നതിന് അനുവാദം നൽകണമെന്ന് മുഖ്യമന്ത്രിക്ക് KCBC കത്ത് നൽകി. സ്നേഹപൂർവ്വം. കോവിഡ് കാലത്ത് പ്രാർത്ഥനാഗാനവുമായി നെയ്യാറ്റിൻകര രൂപത. വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ ജന്മശതാബ്ദി ആഘോഷം നടന്നു. സാമൂഹ്യ പ്രവർത്തകയായ സന്യാസിനി സിസ്റ്റർ ലൂസിനയെ വ്യാജചിത്രം നിർമ്മിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ അപമാനിച്ചതിനെതിരെ പോലീസ് കേസെടുത്തു. വാർത്തകൾ വിശദമായി. ഉപാധികളോടെ ആരാധനാലയങ്ങൾ തിരുക്കർമ്മങ്ങൾക്ക് തുറക്കുന്നതിന് അനുവാദം നൽകണമെന്ന് മുഖ്യമന്ത്രിക്ക് KCBC കത്ത് നൽകി. KCBC പ്രസിഡന്റും ഇന്റർചർച്ച് കൗൺസിൽ പ്രസിഡന്റുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് ഇളവുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയത്. എല്ലാ മതങ്ങൾക്കും ക്രൈസ്തവ സഭകൾക്ക് പൊതുവായും ഇളവുകൾ പരിഗണിക്കണമെന്ന് കത്തിൽ പറയുന്നുണ്ട്. ഉപാധികളോടെ എല്ലാ ആരാധനാലയങ്ങളും തുറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് KCBC പ്രസിഡന്റ് മാർ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് മതമേലധ്യക്ഷന്മാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. ലോക്ക്ഡൌൺ ഇപ്പോഴത്തെ രീതിയിൽ തുടർന്നാൽ ജനങ്ങളുടെ മാനസിക സംഘർഷം വർദ്ധിക്കും. അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ആർക്കും തടയാനാകാത്തതായിരിക്കും. എല്ലാ മതങ്ങൾക്കും ക്രൈസ്തവ സഭകൾക്ക് പൊതുവിലുമായി ഇളവ് പരിഗണിക്കണമെന്നും കത്തിൽ പറയുന്നു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം 50 പേരിൽ കവിയാത്ത ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ആരാധനാ ശുശ്രൂഷകൾ ദേവാലയങ്ങളിൽ നടത്താൻ അനുവദിച്ചു കിട്ടേണ്ടത് ഇപ്പോഴത്തെ വലിയൊരു ആവശ്യമാണെന്ന് കത്തിൽ പറയുന്നു. സർക്കാർ നിർദ്ദേശിക്കുന്ന വിവിധ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി കർമ്മങ്ങൾ നടത്താനാണ് സഭ ആഗ്രഹിക്കുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനു വേണ്ടിയുള്ള കത്തിൽ വിവിധ എപ്പിസ്കോപ്പൽ സഭകളുടെ അധ്യക്ഷന്മാരുടെ പേരുകളും ഉൾപ്പെടുന്നുണ്ട്. വിവിധ സഭകളുടെ പൊതുവേദിയായ ഇന്റർചർച്ച് കൗൺസിലിന്റെ ചെയർമാൻ കൂടിയായ മാർ ജോർജ് ആലഞ്ചേരി നൽകിയ കത്തിൽ വിവിധ സഭകളിലെ വിശ്വാസികളുടെ ആഗ്രഹവും പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വോക്സ് ഓൺലൈൻ ന്യൂസ്. തരിശുനിലങ്ങളിൽ കൃഷി ഇറക്കുന്നതടക്കമുള്ള കാർഷിക രംഗത്തെ സർക്കാർ സംരംഭങ്ങൾക്ക് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ സമ്പൂർണ്ണ പിന്തുണ അറിയിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരാപ്പുഴ അതിരൂപതയുടെ ഇടപെടൽ അഭിനന്ദനാർഹമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തരിശുനിലങ്ങളിൽ കൃഷി ഇറക്കുന്നതടക്കമുള്ള കാർഷിക രംഗത്തെ സർക്കാർ സംരംഭങ്ങൾക്ക് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ സമ്പൂർണ്ണ പിന്തുണ അറിയിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. വരാപ്പുഴ അതിരൂപതയുടെ ഇടപെടൽ അഭിനന്ദനാർഹമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തതും സമൂഹ അടുക്കളകളിൽ സഹായം എത്തിച്ചതുമടക്കം വരാപ്പുഴ അതിരൂപത 3.95 കോടി രൂപയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്തിയതായി ആർച്ച് ബിഷപ്പ് അറിയിച്ചു. തരിശു നിലങ്ങളിൽ കൃഷിയിറക്കുന്നതടക്കമുള്ള കാർഷിക രംഗത്തെ സർക്കാർ ആഹ്വാനങ്ങൾക്ക് സമ്പൂർണ്ണ പിന്തുണ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ അറിയിച്ചിട്ടുണ്ട്. കാർഷിക വ്യാവസായിക മേഖലക്കേറ്റ തിരിച്ചടി മറികടക്കാൻ ഒരു സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞു. അവസരോചിതമായ വരാപ്പുഴ അതിരൂപതയുടെ ഇടപെടൽ അഭിനന്ദനാർഹമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തതും സമൂഹ അടുക്കളകളിൽ സഹായമെത്തിച്ചതുമടക്കം വരാപ്പുഴ രൂപത 3,95,28,570 രൂപയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയതായി മെത്രാപ്പോലീത്ത അറിയിച്ചു. പാലാ രൂപതയുടെ കീഴിലുള്ള 300 ബാത്ത് അറ്റാച്ച്ഡ് മുറികൾ ക്വാറന്റീനു വേണ്ടി വിട്ടുകൊടുത്തതായി രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. 1,57,00,000 രൂപ കൊറോണ നിവാരണത്തിനും സമൂഹ ശാക്തീകരണത്തിനും വേണ്ടി ചെലവഴിച്ചു. 2 ലക്ഷം പച്ചക്കറി തൈ, 60,000 ഫലവൃക്ഷ തൈകൾ എന്നിവ വിതരണം ചെയ്തു. പല സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ ഉൾപ്പെടെ 50 വൈദിക രക്തം ദാനം ചെയ്തുവെന്നും രൂപത അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. COVID-19 അവലോകന യോഗത്തിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു മുഖ്യമന്ത്രി. വോക്സ് ഓൺലൈൻ ന്യൂസ്. സാമൂഹ്യ പ്രവർത്തകയായ സന്യാസിനി സിസ്റ്റർ ലൂസിനയെ വ്യാജചിത്രം നിർമ്മിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ അപമാനിച്ചതിനെതിരെ പോലീസ് കേസെടുത്തു. തലശ്ശേരി രൂപത മദ്യവിരുദ്ധ പ്രവർത്തകയായ സന്യാസിനിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചത്. മദ്യശാലകൾ തുറക്കുവാനുള്ള സർക്കാർ നയത്തിനെതിരെ മദ്യശാല തുറക്കരുത്, കുടുംബം തകർക്കരുത് എന്ന പോസ്റ്റർ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന സന്യാസിനിയുടെ ചിത്രം എഡിറ്റ് ചെയ്ത് വ്യാജ പ്രചരണം.
പോസ്റ്ററിലെ യഥാർത്ഥ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മോശമായ വാക്കുകൾ ചേർത്താണ് പ്രചരണം നടത്തുന്നത്. മാനന്തവാടി രൂപതാധ്യക്ഷനായ മാർ ജോസ് പെരുന്നേടത്തിന്റെ സഹോദരിയായ സിസ്റ്റർ ലുസീന SH ആണ് വ്യാജ പ്രചരണത്തിന് ഇടയായത്. നോബിൾ പെരേര എന്ന പ്രൊഫൈലിൽ നിന്ന് മാത്രം 900-ലധികം പേർ എഡിറ്റ് ചെയ്ത ചിത്രം ഷെയർ ചെയ്തിട്ടുണ്ട്. മറ്റ് നിരവധി പ്രൊഫൈലുകളിലും ഇത് പ്രചരിക്കുന്നുണ്ട്. വിഷയത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് സഭാ നേതൃത്വം. ലോക്ക്ഡൌൺ കാലത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി നെയ്യാറ്റിൻകര രൂപതയിലെ ആറയൂർ ഇടവക വികാരി ഫാദർ ജോസഫ് അനിൽ ഉപ ഇടവകകളിൽ ഉൾപ്പെടെ 2ാം ഘട്ടത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചാണ് വൈദികൻ മാതൃകയാകുന്നത്. കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് കഷ്ടപ്പെടുന്നവർക്ക് സഹായഹസ്തവുമായി ആറയൂർ ഇടവക വികാരി ഫാദർ ജോസഫ് അനിൽ ആറയൂർ വിശുദ്ധ എലിസബത്ത് ദേവാലയത്തിലും ഉപ ഇടവകയായ ചാവല്ലൂർ പൊറ്റ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള ദേവാലയത്തിലും പൊൻവിള വിൻസെന്റ് ഇപ്പോൾ ദേവാലയത്തിലും സഹായം എത്തിച്ചാണ് വൈദികൻ വ്യത്യസ്തനാവുന്നത്. കൊറോണ കാലത്ത് 2ാം ഘട്ടമായി നടപ്പിലാക്കുന്ന പരിപാടി പൊതു സ്വീകാര്യത നേടുകയാണ്. ആദ്യഘട്ടമായി ഫേസ് മാസ്കുകൾ എല്ലാ വിശ്വാസികൾക്കും എത്തിച്ചു നൽകിയിരുന്നു. ഇടവകയിലെ നീഡ്സ് KCYM സംഘടനകളും പരിപാടിയിൽ കൈകോർത്തു. 3 ഇടവകളിലെയും പാരിഷ് കൗൺസിലും കൊറോണ കാലത്ത് സഹായങ്ങൾക്ക് കൈകോർത്തു. ഫാദർ ജോസഫ് അനിലിനൊപ്പം സഹവികാരി ഫാദർ അജു അലക്സ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. അടുത്ത ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ സഹായങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വൈദികനും അൽമായ സംഘടനകളും. വോക്സ് ഓൺലൈൻ ന്യൂസ്. ഫ്രാൻസിൽ വിശുദ്ധ കുർബാന അർപ്പണം അടക്കമുള്ള മതപരമായ കൂട്ടായ്മകൾക്കുള്ള വിലക്ക് നീക്കം ചെയ്യണമെന്ന് ഫ്രഞ്ച് സ്റ്റേറ്റ് കൗൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 8 ദിവസങ്ങൾക്കുള്ളിൽ വിലക്ക് നീക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത്. കൊറോണയുടെ വ്യാപനം തടയുന്നതിനായി ഏർപ്പെടുത്തിയ ഷെൽട്ടർ ഇൻ പ്ലേസ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 2 മാസത്തോളമായി ഫ്രാൻസിലെ ദേവാലയങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ഫ്രാൻസിൽ വിശുദ്ധ കുർബാന അർപ്പണം അടക്കമുള്ള മതപരമായ കൂട്ടായ്മകൾക്കുള്ള വിലക്ക് നീക്കം ചെയ്യണമെന്ന് ഫ്രഞ്ച് സ്റ്റേറ്റ് കൗൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 8 ദിവസങ്ങൾക്കുള്ളിൽ വിലക്ക് നീക്കണമെന്നാണ് ഇന്നലെ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത്. കൊറോണയുടെ വ്യാപനം തടയുന്നതിനായി ഏർപ്പെടുത്തിയ ഷെൽട്ടർ ഇൻ പ്ലേസ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 2 മാസത്തോളമായി ഫ്രാൻസിലെ ദേവാലയങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. മെയ് 11 അനുവദിച്ച ഇളവുകളിൽ ചെറിയ തോതിലുള്ള പൊതു കൂട്ടായ്മകൾക്ക് അനുമതി നൽകിയെങ്കിലും മൃതസംസ്കാരം ഒഴികെയുള്ള മതപരമായ കൂട്ടായ്മകൾക്കുള്ള വിലക്ക് തുടരുകയാണ്. 10 ആളുകളിൽ കുറവായ കൂട്ടായ്മകൾക്ക് അനുവാദം നൽകിയ സാഹചര്യത്തിൽ വിശ്വാസപരമായ കൂട്ടായ്മകൾക്കുള്ള വിലക്ക് തുടരുന്നത് ശരിയല്ലെന്നും ദൈവാരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഗുരുതരമായ ലംഘനമാണെന്നും കൗൺസിലിന്റെ ഉത്തരവിൽ പറയുന്നു. വിശുദ്ധ കുർബാനയിൽ എത്ര പേർ അനുവദനീയമാണതിനെക്കുറിച്ച് ഇതുവരെ വ്യക്തതയൊന്നുമില്ലെങ്കിലും ദേവാലയത്തിന്റെ വിസ്തൃതിക്കനുസൃതമായി 8 ദിവസങ്ങൾക്ക് ശേഷം വിശ്വാസികൾക്ക് പങ്കുചേരാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. ഫ്രാൻസിന് പുറമെ ഇറ്റലിയിലും അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിലും പരിമിതമായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിന് അനുവാദം ഇതിനോടകം നൽകിയിട്ടുണ്ട്. വോക്സ് ഓൺലൈൻ ന്യൂസ്. കൊറോണ കാലത്ത് നെയ്യാറ്റിൻകര രൂപത സംഘടിപ്പിച്ച വെക്കേഷൻ ബൈബിൾ ക്ലാസ് ശ്രദ്ധേയമായി. ലോക്ക്ഡൌണിൽ വീടുകളിലായിരുന്നുകൊണ്ട് 20,000-ലധികം എൻട്രികളാണ് സംഘാടകർക്ക് ഓൺലൈനിലൂടെ ലഭിച്ചത്. നെയ്യാറ്റിൻകര രൂപതയിൽ ലോക്ക്ഡൌൺ കാലം വ്യത്യസ്തമാക്കി അജപാലന ശുശ്രൂഷ സമിതിയും വചനബോധന കമ്മീഷന്റെ നേതൃത്വത്തിൽ അവധിക്കാലത്ത് നടക്കേണ്ട വെക്കേഷൻ ഫെയ്ത്ത് ഫെസ്റ്റ് ലോക്ക്ഡൌൺ കാരണം മുടങ്ങിയതിനാൽ ഓൺലൈനിൽ VFF സംഘടിപ്പിച്ചാണ് വ്യത്യസ്തമായത്. ഫെയ്ത്ത് ക്രിസലിസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 20,000 എൻട്രികൾ ലഭിച്ചതായി സംഘാടകർ അറിയിച്ചു. അജപാലന ശുശ്രൂഷ സമിതി ഡയറക്ടർ ഫാദർ ജോയി സാബുവും വചനബോധന കമ്മീഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ റോബിൻ രാജും VFFന് നേതൃത്വം നൽകി. രൂപതയിലെ 234 ദേവാലയങ്ങളിൽ നിന്നും പങ്കാളിത്തമുണ്ടായിരുന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെ 8 ടാസ്കുകൾ നൽകിയാണ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചത്. ചങ്ങനാശ്ശേരി, തൃശൂർ, ഇടുക്കി രൂപതകൾ കഴിഞ്ഞ മാസം ഓൺലൈനിൽ VBS സംഘടിപ്പിച്ചിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓൺലൈനിൽ VBS സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മറ്റ് രൂപതകൾ. വോക്സ് ഓൺലൈൻ ന്യൂസ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ 100ാം ജന്മശതാബ്ദി ആഘോഷിച്ചു. ദൈവത്താൽ അയക്കപ്പെടുകയും ദൈവം തന്നെ ഒരുക്കുകയും മെത്രാനായി പാപ്പയായി ദൈവത്തിന്റെ സഭയെ നയിക്കുവാൻ സൃഷ്ടിച്ച ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ദിവ്യബലി മധ്യേ സന്ദേശം നൽകി. ദൈവത്താൽ അയക്കപ്പെടുകയും ദൈവം തന്നെ ഒരുക്കുകയും മെത്രാനായി പാപ്പയായി ദൈവത്തിന്റെ സഭയെ നയിക്കാൻ സൃഷ്ടിച്ച ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ.
വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് മെയ് 18-ാം തീയതി വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ ഭൗതിക ശരീരം സ്ഥിതി ചെയ്യുന്ന കപ്പേളയിൽ അർപ്പിച്ച ദിവ്യബലി മധ്യേ വചന സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നുവെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശുദ്ധനായ മനുഷ്യനെയോ പ്രവാചകനെയോ അയച്ചുകൊണ്ട് ജനത്തെ സന്ദർശിക്കുന്നുവെന്നും ഓർമ്മപ്പെടുത്തിയ പാപ്പ പ്രാർത്ഥന, ജനങ്ങളോടുള്ള സാമീപ്യം, കരുണ എന്നീ 3 പ്രത്യേക സ്വഭാവങ്ങളാൽ ജനഹൃദയങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമനെന്ന് ഉദ്ബോധിപ്പിച്ചു. L'Alto Comitato della Fratellanza Umana oggi ha indetto una giornata di preghiera, digiuno, per chiedere a Dio misericordia e pietà in questo momento tragico della pandemia. Tutti siamo fratelli. San Francesco de Assisi diceva tutti fratelli. E per questo uomini e donne di ogni confessione religiosa oggi ci uniamo nella preghiera e nella penitenza per chiedere la grazia della guarigione di questa pandemia. ഫ്രാൻസിസ് പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ച ദിവ്യബലിയിൽ വത്തിക്കാനിലെ പാപ്പയുടെ വികാരി ജനറൽ കർദിനാൾ ആഞ്ചലോ കൊമാസ്ട്രി, പോളിഷ് കർദിനാൾ ക്വെൻഡാഡ് കൊഞ്ചാവ്സ്കി, ജോൺ പോൾ രണ്ടാമന്റെ ഭരണകാലത്തിൽ 18 വർഷമായി ആരാധനാക്രമങ്ങളുടെ തലവനായിരുന്ന മോൺസിഞ്ഞോ പിയാറോ മരീനി, പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ഇടപെടുന്ന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ 3-ാം വിഭാഗ മേധാവി പോളിഷ് ആർച്ച് ബിഷപ്പ് ജാൻ റോമിയോ പാവോസ്കി എന്നിവർ സഹകാർമ്മികരായിരുന്നു. കൊറോണ വൈറസ് മഹാമാരി മൂലം 2 മാസത്തെ നിയന്ത്രണങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച രാവിലെ വിശ്വാസികളോടൊപ്പം അർപ്പിച്ച ദിവ്യബലിയിൽ മഹാമാരി പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ കുറച്ച് വിശ്വാസികൾ മാത്രമാണ് പങ്കെടുത്തത്. പരിശുദ്ധ പിതാവിന്റെ അവസാനത്തെ ഓൺലൈൻ ദിവ്യബലി അർപ്പണവും കൂടിയായിരുന്നു ഇത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ 100-ാം ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഇറ്റാലിയൻ, ഫ്രഞ്ച്, ലാറ്റിൻ, ജർമ്മൻ, ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, സ്പാനിഷ്, പോളിഷ്, അറബി എന്നീ 9 ഭാഷകളിലായി ട്വിറ്ററിൽ പാപ്പ കുറിച്ചത് ഇങ്ങനെയാണ്: 100 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് തന്റെ ജനത്തെ സന്ദർശിച്ചു. ഒരു അജപാലകനെ അയച്ചു. പ്രാർത്ഥനയിലും ജനത്തോടുള്ള സാമീപ്യത്തിലും കരുണയോടൊപ്പം എപ്പോഴും ഒന്നിച്ചു പോകുന്ന നീതിയോടുള്ള സ്നേഹത്തിലായിരുന്നു നമ്മുടെ ഇടയനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ. വത്തിക്കാൻ ഡെസ്ക്, വോക്സ് ന്യൂസ്. ആലപ്പുഴ രൂപതയ്ക്ക് ഒരു നവവൈദികൻ കൂടി. ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രൽ ദേവാലയത്തിൽ ആലപ്പുഴ രൂപതാധ്യക്ഷൻ ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവിൽ നിന്നും ഫാദർ ജോർജ് ജോസഫ് ഇരട്ടപ്പുളിക്കൽ തിരുപ്പട്ടം സ്വീകരിച്ചു. ലോക്ക്ഡൌണിൽ ശുശ്രൂഷകളെല്ലാം ഓൺലൈനിൽ സംപ്രേഷണം ചെയ്തു. ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് ആലപ്പുഴ രൂപതാധ്യക്ഷൻ ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവിൽ നിന്ന് ഫാദർ ജോർജ് ജോസഫ് ഇരട്ടപ്പുളിക്കൽ തിരുപ്പട്ടം സ്വീകരിച്ചു. കോവിഡ് ഹെൽത്ത് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ബിഷപ്പ് ഡോക്ടർ ആനാപ്പറമ്പിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് ആറട്ടുകുളം, രൂപത ലിറ്റർജി കമ്മീഷൻ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കൊടിയനാട്, കത്തീഡ്രൽ വികാരി ഫാദർ സ്റ്റാൻലി പുളിമൂട്ടുപറമ്പിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ദീർഘകാലത്തെ പ്രാർത്ഥനയുടെയും വിചിന്തനത്തിന്റെയും ഒടുവിലാണ് ഈ മുഹൂർത്തം വന്നണയുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 2 വിലപ്പെട്ട സമ്മാനങ്ങൾ ഈ പൗരോഹിത്യ സ്വീകരണ വേളയിൽ ദൈവപിതാവ് ഈശോ പുരോഹിതന് നൽകുന്നുണ്ട്. ആദ്യത്തെ സമ്മാനം, നിന്റെ അധരങ്ങളിൽ എൻ്റെ വാക്കുകളെ നിക്ഷേപിച്ചിരിക്കുന്നു. അതിനാൽ ഒരു പുരോഹിതൻ എന്നും അറിയണം അവൻ ദൈവവചനത്തിന്റെ നിക്ഷേപ പാത്രമാണെന്ന് പൗരോഹിത്യ സ്വീകരണ ചടങ്ങിലെ വചന സന്ദേശത്തിൽ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ ഓർമ്മിപ്പിച്ചു. നിന്റെ അധരങ്ങളിൽ ഞാൻ എൻ്റെ നിന്റെ നാവിൽ, നിന്റെ അധരങ്ങളിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിക്ഷേപിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു പുരോഹിതൻ, തിരഞ്ഞെടുക്കപ്പെട്ട അർത്ഥി എന്നും അറിയണം അവൻ ദൈവവചനത്തിൻ്റെ നിക്ഷേപ പാത്രമാണ്. എന്തുകൊണ്ട് ദൈവം നമ്മളുടെ അധരങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം നിക്ഷേപിച്ചിരിക്കും എന്നുള്ള കാര്യവും തിരിച്ചറിയണം. നമുക്കിവിടെ വിശുദ്ധ ഗ്രന്ഥമുണ്ടല്ലോ, പിന്നെ എന്താണ് കൂടുതൽ വചനം? എന്തിന് ദൈവം നമ്മുടെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുക? കാരണം ദൈവവചനം
ദൈവജനത്തിൻ്റെ ഭക്ഷണമാണ്. ഭക്ഷണം ഒരിക്കലും പുസ്തകത്തിലിരുന്നാൽ പോരാ, അതെടുത്ത് ഭക്ഷിക്കേണ്ടതാണ്. അത് ഭക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും എന്ത് ഭൗതിക ജീവിതത്തിൽ ഒരു ഭക്ഷണത്തിന് നടക്കുന്ന രൂപാന്തരീകരണം എന്നതുപോലെ അത് ഊർജമായി അത് നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഭാഗമായി തീരണം. വോക്സ് ഓൺലൈൻ ന്യൂസ്. കോവിഡ് കാലത്ത് ആശ്വാസം പകരുന്ന പ്രാർത്ഥനാ ഗാനവുമായി നെയ്യാറ്റിൻകര ലത്തീൻ രൂപത. സ്നേഹപൂർവ്വം എന്ന പേരിൽ കഴിഞ്ഞ തിങ്കളാഴ്ച പുറത്തിറക്കിയ ഗാനത്തിൽ വൈദികരും അൽമായരും അടക്കം 32 പേരാണ് ഗാനം ആലപിച്ചത്. കാത്തലിക് ഓക്സ് യൂട്യൂബ് ചാനലിൽ പുറത്തിറക്കിയ ഗാനം ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നെയ്യാറ്റിൻകരയിലെ വൈദികരും അൽമായരും കൈകോർത്ത് സ്നേഹപൂർവ്വം എന്ന ശീർഷകത്തോടെ പുറത്തിറങ്ങിയ കൊറോണ പ്രാർത്ഥനാ ഗാനത്തിന് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. തിങ്കളാഴ്ച 6 മണിക്ക് കാത്തലിക് വോക്സ് യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്ത ഗാനം 1.5 മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് പേരാണ് കണ്ടുകഴിഞ്ഞത്. കൊറോണ കാലത്ത് സഹായമേകൂ, കരുതലിൻ കരയാം സ്നേഹതാത, കരങ്ങൾ കൂപ്പി നിന്നെ സ്തുതിച്ചിടുന്നു. കരുണ തൻ കടലാം സ്വർഗ്ഗപിതാവേ. നെയ്യാറ്റിൻകര രൂപതയിലെ 8 വൈദികരും ഒരു ഡീക്കനും 23 അൽമായരും ചേർന്ന് ആലപിച്ച ഗാനം രചിച്ചത് അധ്യാപകനായ തോമസ് കെ സ്റ്റീഫനാണ്. സംഗീതം അരുൺ ബ്ലാത്താങ്കര നിർവഹിച്ചു. വീഡിയോ എഡിറ്റിംഗ് ഏഞ്ചൽ എഡിറ്റും സൗണ്ട് റെക്കോർഡിംഗ് ജിജോ സ്വരധാരയും സാങ്കേതിക സഹായം ലാൽ പുതുവലും ടൈറ്റിൽസ് ജിജോ കോട്ടയവുമാണ് നിർവഹിക്കുന്നത്. കരുണതൻ കടലാം സ്വർഗ്ഗപിതാവേ, കൊറോണ കാലത്ത് സഹായമേകൂ എന്ന് തുടങ്ങുന്ന ഗാനം ലോക്ക്ഡൌൺ ആയതിനാൽ വീടുകളിലും പള്ളിമേടകളിലും ദേവാലയങ്ങളിലും ഇരുന്നാണ് എല്ലാവരും ആലപിച്ചിരിക്കുന്നത്. പകരുന്ന ലോകത്തെ കരുതിടുന്ന തിരുസഭയാം മാതാവിനാ, നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ സംരംഭത്തിന് ആശംസകളും പ്രാർത്ഥനകളും നേർന്നു. വിവിധ ഫെറോനകളിലെ അൽമായരെയും വൈദികരെയും ഒന്നിപ്പിച്ച ദൗത്യം പ്രശംസനീയമാണെന്ന് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജി ക്രിസ്തുദാസ് അറിയിച്ചു. അമേരിക്കയിൽ സേവനം ചെയ്യുന്ന ഫാദർ ജോൺ ഗബ്രിയേൽ, ഇറ്റലിയിൽ നിന്ന് ഫാദർ ജിബു ജി ജാജിൻ, ഫാദർ ജോയ് മത്യാസ്, ഫാദർ വത്സലൻ ജോസ്, ഫാദർ ഷാജു സെബാസ്റ്റ്യൻ, ഫാദർ റോബിൻ രാജ്, ഫാദർ ലെനിൻ, ഫാദർ സജിൻ തോമസ് തുടങ്ങിയവരും നെയ്യാറ്റിൻകര രൂപതയിൽ ദേവാലയ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന വിജയൻ നെല്ലിമൂട്, ജയരാജ് തേവൻപാറ, അരുൺ ബ്ലാത്തങ്കര, രാജൻ നെയ്യാറ്റിൻകര തുടങ്ങിയവരും ദേവാലയ സംഗീത രംഗത്തെ പ്രമുഖരുമാണ് ഗാനത്തിൽ അണിനിരുന്നത്. ഒരാഴ്ചയുടെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് ഗാനം കാത്തലിക് വോക്സ് റിലീസ് ചെയ്യുന്നത്. വോക്സ് ഓൺലൈൻ ന്യൂസ്. പ്രതിരോധം തുടരാം, പുതുജീവൻ പകരാം സന്ദേശവുമായി ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ കടലോരത്തെത്തി. കോവിഡ് കാലത്ത് പുന്നപ്ര ഗലീലിയ കടപ്പുറത്താണ് ബിഷപ്പ് ജെയിംസ് ആനാപ്പറമ്പിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത്. പ്രതിരോധം തുടരാം, പുതുജീവൻ പകരാം സന്ദേശവുമായി പുന്നപ്ര ഗലീലിയ കടപ്പുറത്ത് ബിഷപ്പ് ജെയിംസ് ആനാപ്പറമ്പിലിന്റെ അപ്രതീക്ഷിത സന്ദർശനം. ലോക്ക്ഡൌൺ മൂലം നിശ്ചലമായിരുന്ന മത്സ്യബന്ധന മേഖല സജീവമായിട്ടുണ്ടെങ്കിലും കോവിഡ് ഭീതിയിൽ നിന്നും പൂർണ്ണമായും മുക്തരായിട്ടില്ലെങ്കിലും അതിജീവനത്തിനായി മത്സ്യബന്ധനത്തിനിറങ്ങിയ കടലിന്റെ മക്കൾക്ക് ധൈര്യം പകരുവാനും കൊറോണ പ്രതിരോധം തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ടു പോകുവാനുമുള്ള ആഹ്വാനവുമായാണ് രൂപതയുടെ ട്രേഡ് യൂണിയനായ കത്തോലിക്ക മത്സ്യത്തൊഴിലാളി യൂണിയന്റെ രക്ഷാധികാരി കൂടിയായ ബിഷപ്പ് കടലോരത്തെത്തിയത്. തുടർന്ന് യൂണിയൻ തീരദേശത്ത് ആരംഭിക്കുന്ന പ്രചരണ പരിപാടികളുടെ ഉദ്ഘാടനം പിതാവ് നിർവഹിച്ചു. ഓരോ വ്യക്തിയും ആരോഗ്യ രക്ഷാ ദൗത്യം സ്വയം ഏറ്റെടുക്കണമെന്ന് ഫേസ് മാസ്കുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്തുകൊണ്ട് പിതാവ് പറഞ്ഞു. കൂടാതെ സർക്കാരുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. ദീർഘകാല സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് കുടുംബങ്ങളിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. ചെറിയ തുണ്ട് ഭൂമിയിൽ പോലും ഇടവിള കൃഷികൾ ശീലമാക്കണമെന്നും പിതാവ് ഓർമ്മിപ്പിച്ചു. ഹെൽത്ത് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുമായി സംവദിച്ച പിതാവ് അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് ചോദിച്ചറിഞ്ഞു.
വരാൻ പോകുന്ന കാലവർഷത്തെ മുന്നിൽ കണ്ട് മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്ന കാര്യങ്ങളും മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്തു. വോക്സ് ഓൺലൈൻ ന്യൂസ്. കാത്തലിക് വോക്സിന്റെ വീക്ക്ലി റൗണ്ട് അപ്പ് അവസാനിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വാർത്തകളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്കോ ഇമെയിലിലേക്കോ അയയ്ക്കുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9847031802. ഇമെയിൽ otsnda@gmail.com. അടുത്തയാഴ്ച കത്തോലിക്ക സഭ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.